യോജനപരിമണ്ഡലം ഭൂവലയസ്യ ക്ഷണേന സഹവ്യത്യോത്തരം വിസഹസ്രയോജനാൻ സപുത്രേ. ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമസ്യംവിധായാം പഞ്ചമസ്കന്ധേ ഏകവിംശോऽധ്യായः സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാജോവാച യദേതദ്ഭഗവതാദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശീനാഭിമുഖം ച പ്രചലിതം ച അപ്രദക്ഷിണം ഭഗവതോപവർണിതം അമുഷ്യ വയം കഥം അനുമിമീമഹീതി സഹോവാച. യഥാ കുലാചക്രേണ ഭ്രമതാസഹഭ്രമതാം തദാശ്രയാണാം പിപീലികാദീനാം ഗതിരന്യൈവ പ്രദേശാന്തരേഷ്വപ്യുപലഭ്യമാനത്വാദേവം നക്ഷത്രരാശിവിരുപലക്ഷിതേന കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവതാം സപരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗ്രഹാണാം ഗതിരന്യൈവ നക്ഷത്രാന്തരേ രാശ്യന്തരേജോപലഭ്യമാനത്വാൽ സ ഏഷ ഭഗവാനാദിപുരുഷേഷ സാക്ഷാത് നാരായണോ ലോകാനം സ്വസ്ഥയാത്മാനം ശ്രീമയം കർമ്മവിശുദ്ധിനിമിത്തം കവിഭിരപി ച വേദേന വിജിജ്ഞാസ്യമാനോ ദ്വാദശാ വിഭജ്യ ഷട്സു സന്താദിഷു യഥോപജോഷം ഋതുഗുണാൻ വിദധാതി തമേതമിഹ പുരുഷാത്രിയാ വിദ്യ വർണ്ണാശ്രമധാരാനുമധോച്ചാവചൈഃ കർമ്മഭിരാന്നാദൈര്യോഗവിധാനൈശ്ച ശ്രദ്ധയാം യജന്തോऽന്യസാശ്രയസ്സമധിഗച്ഛന്തി. അഥ സേഷാത്മാ ലോകാനം ദ്യാവാപൃഥിവ്യോരന്തരേണ തപോവലയസ്യ കാലചക്രഗതോദ്വാദശമാസാൻ ഭുങ്ക്തേ രാശിസംജ്ഞാൻ സംവത്സരാവയവാൻ മാസപക്ഷദ്വയം ദിവാനക്രം ചേതി സപാദൃക്ഷദ്വയോപതിശന്തി യാവതാ ഷഷ്ടംശം ഭുഞ്ജീതാം സ വൈ ദിനിത്യുപദിശ്യതേ സംവത്സരാവയവാൻ. അഥ ച യാവതാർത്ഥേന നഭോ വിദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. അഥ ച യാവന്നഭോ മണ്ഡലം സ ദ്യാവാ പൃഥിവ്യോ മണ്ഡലാഭ്യാം കാഷ്ണ്യ സ ഭുഞ്ജീത തം കാലം സംവത്സരം പരിവത്സരമിടാവത്സരമനുവത്സരം വത്സരമിതി ഭാനോർമാന്ദ്യശൈഘ്ര സമഗതിഭിः സമാമനന്തി. ഏവം ചന്ദ്രമാഃ അർക്കവസ്തുഭ്യോപരിഷ്ടാല്ലക്ഷ യോജനത ഉപലഭ്യമാന അർക്കസ്യ സംവത്സരഭുക്തിം പക്ഷാഭ്യാം മാസഭുക്തിം സപാദൃക്ഷാഭ്യാം ദിനേനൈവ പക്ഷഭുക്തിം അഗ്രചാരി ധൃതരഗനോ ഭുങ്ക്തേ. അഥ ചാപൂര്യമാണാഭിശ്ച കലാഭിരമരാണം ക്ഷീയമാണാഭിശ്ച കലാഭിപിതॄണാമഹോരാത്രാണി മോക്ഷാപരപക്ഷാഭ്യാം വിദന്മാനഃ സർവജീവദേവപ്രായോ. ഈവശ്ചേകമേകം നക്ഷത്രം ത്രിംശത മുഹൂർത്തൈർഭുങ്ക്തേ. യേഷ ഷോഡശകലപുരുഷോ ഭഗവാൻ മനോമയോ അന്നമയോ അമൃതമയ ദേവ പിതൃമനുഷ്യ ഭൂത പശു പക്ഷി സരീസൃപവീരുധം പ്രാണാപ്യാനുശീലത്വാ സർവമിതി വർണ്ണയന്തി. തതോപരിഷ്ടാത് ലക്ഷയോജനതോ നക്ഷത്രാണി മേരും ദക്ഷിണേനൈവ കാലായന ഈശ്വരയോജിതാനി സഹ അഭിജിതാഷ്ടാവിംശതി. തതുപരിഷ്ടാദുശനാഃ ലക്ഷയോജനതോ ഉപലഭ്യതേ. പുരത പശ്ചാത് സഹൈവാർക്കസ്യ ശൈഘ്ര്യമാന്ദ്യ സാമ്യാഭിർഗതിഭിः അർക്കച്ചരതി ലോകാനാം നിത്യതാനുകൂല ഏവ പ്രായേണ പരിഷയംശ്ചാരേണ അനുമീയതേ ഇഷ്ടം ഭഗ്നോപശമനാം. ഉശനസാ ബുധോ വ്യാഖ്യാതസ്തദാ ഉപരിഷ്ടാൽ വിലക്ഷയോജനതോ ബുധസ്തോമസതോ ഉപലഭ്യമാനാം പ്രായേണ ശുഭകർത്തിതാർക്കാത്മീരിച്ഛേദ തദാദിവാദാഭ്രപ്രായാവൃഷ്ട്യാനാദിഭയാശംസതേ. അതോദ്ഭവങ്കാരോ അഭി ലക്ഷദ്വിതയാ ഉപലഭ്യമാനസ്ത്രിഭിസ്ത്രിഭിः പക്ഷൈരേകൈകശോരാശിൻ ദ്വാദശാനുഭുങ്ക്തേ. യദി നവക്രേണാഭിവർത്തതേ പ്രായേണ അശുഭഗ്രഹോ ശംസ തതോപരിഷ്ടാൽ വിലക്ഷയോജനാന്തരതം. ഭഗവാൻ ബൃഹസ്പതിരേകൈകസ്മിൻ രാശൗ പരിവത്സരം പരിവത്സരം ചരതി. യദി നവക്രസ്യാൽ പ്രായേണ അനുകൂലോ ബ്രാഹ്മണകുലസ്യ തതോപരിഷ്ടാൽ യോജനക്ഷത്ര പ്രതീയമാനശ്ചരൈശ്ചരേകസ്മിൻ രാശൗ ഏകൈകസ്മിൻ രാശൗ ത്രിംശന്മാസാൻ വിളംബമാനാം സർവാനേവ അനുപര്യതീം താവദ്ഭിരന്വത്സരൈഃ പ്രായേണ ഹി സർവേഷാമശാന്തികരാം. തരസ്മാദൃശയ ഏകാദശലക്ഷയോജനാന്തര ഉപലഭ്യന്തേവ ലോകാനം സമനുഭാവയന്തോ ഭഗവതോ വിഷ്ണോര്യപരമം പദം പ്രദക്ഷിണം പ്രക്രമന്തി. ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമസ്യംവിധായാം പഞ്ചമസ്കന്ധേ ജ്യോതിശ്ചക്രവർണ്ണനേ ദ്വാവിംശോऽധ്യായः സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുകോവാച അധ തസ്മാത് പരസ്തസ്ത്രൈ യുഗതി അധ തസ്മാത് പരസ്തസ്ത്ര
പദത്തസ്ത്രയോദശലക്ഷയോജനാന്തരതോ യത്തദ്വിഷ്ണോ പരമം പദഭിവന്തിം യത്ര മഹാഭാഗവതോ ധ്രുവ ഔത്താനവാദി വ്യക്തിന്നേന്ദ്രേണ പ്രജാപതീനാം കശ്യപേന ധർമ്മേണ സമകായുഗ്ഭി സ ബഹുമാനം ദക്ഷിണത ക്രിയമാണായുധാനീമപി കൽപ്പജീവാം അമാജീവ ഉപാസ്തേ തസ്യേഹാനുഭാവ ഉപവർണിത സഹിം സർവേഷാം ജ്യോതിർഗണാനാം ഗ്രഹനക്ഷത്രാദീനാമനിമിത്തേണ വ്യക്തരം ബ്രഹ്മസാ ഭഗവതാ കാലേന ഭ്രാമ്യമാണാനാം സ്ഥാണുരിവാഷ്ടഭ ഈശ്വരേണ വിഹിതാ ശശ്വദ്ഭവഭാസതേ യഥാ മീഡീസ്തംഭ ആക്രമണപശവാ സംയോജിതാസ്ത്രിഭിः സവനൈര്യഥാസ്ഥാനം മണ്ഡലാനി ചരന്ത്യേവം ഭഗണാഗ്രഹാദയാ ഏകസ്മിന്നന്തർബഹിര്യേകേന കാലചക്ര ആയോജിതാ ധ്രുവമേവാവലംബ്യ വായുന്നോദീയമാണ ആകൽപ്പാന്തം പരിചക്രമന്തിം നഭസിം യഥാമുഖാശ്വനാദയോ വായുവശാ കർമ്മസാരാധയാ പരിവർത്തന്തേവം ജ്യോതിർഗണാ പ്രകൃതിപുരുഷ സംയോഗാനുഗൃഹീത കർമ്മനിർമ്മിത ഗതയോ ഭുവി ന പതന്തിം വേജന്നൈതം ജ്യോതിരനീകം ശിശുകുമാരസംസ്ഥാനെ ഭാഗവതോ വാസുദേവസ്യ യോഗധാരണായാം അനുവർണയന്തി യസ്യാഗ്രേ വാശിരസ കുണ്ഡലീഭൂതദേഹസ്യ ധ്രുവ ഉപകൽപിതസ്തസ്യ ലാങ്കുലേ പ്രജാപതിം അഗ്നിരേന്ദ്രോ ധർമ്മ ഇതി പുച്ഛമൂലേ ധാതാ ജഗഭ്യാം സംവർഷ സപ്തർഷയ തസ്യ ദക്ഷിണാവർത്ത കുണ്ഡലീഭൂതശരീരസ്യ യാനുദ്യഗയനാനി ദക്ഷിണപാർശ്വതു നക്ഷത്രാണോൽപകൽപ്പയന്തി ദക്ഷിണായാനാനി സർവേ യഥാ ശിശുമാരസ്യ കുണ്ഡലാഭോഗസന്നിവേശസ്യ പാർശ്വയോരുഭയോരവ വൈവാസമസംഖ്യാ ഭവന്തി പൃഷ്ഠേ ത്വജവീധി ആകാശഗംഗാ ചോദരത പുനർവസുപുഷ്യാ ദക്ഷിണവാമയോ പശ്ചിമയോ ശോണ്യരാധ്യാസേക്ഷേത ദക്ഷിണവാമയോ പാദയോരുവിചിത്തരാഷാഢേ ദക്ഷിണാവായോർനാസികയോരാധ്യാസംഖ്യം ശ്രവണപൂർവാഢാഷേ ദക്ഷിണവായോർലോചനയോർനിഷ്ഠാമൂലം ച ദക്ഷിണവാമയോ കർണയോർമഖാൻ ധീന്യഷ്ടനക്ഷത്രാണി ദക്ഷിണായനാനി വാമവാർഷിവംഘൃഷു യുഞ്ജീതതദ്ധ്യൈവ മൃഗശേഷാദിന്യുത ഗയനാനി ദക്ഷിണപാർശ്വവംഘൃഷു പ്രാതില്യോമേന്യവയുജ്ജീതശതശുക്ഷാ ജ്യേഷ്ഠേ സ്കന്ധയോർദക്ഷിണവാമയോർന്യസേത് ഉത്തരാഹനാവഗസ്തിം ആധരായനൗ യമോ മുഖേഷു ജാംഗനക ശനൈശ്ച ഉപസ്ഥേ ബൃഹസ്പതി കാകുതി വക്ഷസ്യാദിത്യോ ഹൃദയോ നാരായണോ മനസി ചന്ദ്രോ നാഭ്യാമുശനാസ്തനയോര അശ്വനൗ ബുധ പ്രാണാപാനയോരാഗൂർഗളേ കേതവ സർവാംഗേഷു രോമാസു സർവേ താരാഗണാ ഏതദുഹൈവ ഭഗവതോ വിഷ്ണു ഏതദുഹൈവ ഭഗവതോ വിഷ്ണു സർവദേവതാമയം രൂപമഹരഹ സന്ധ്യായാം പ്രീയതോ വാഗ്യതോ നിരീക്ഷമാണ ഉപതിഷ്ഠേത നമോ ജ്യോതിർലോകായ കാലായനായ നിമിഷാമ്പതി മഹാപുരുഷായ ഭീതിമഹതി ഗൃഹശ്രതാരാ മയമാധിതൈ ദൈവികം പാപാപഹം മന്ത്രകൃതാം ത്രികാലം നമസ്യതാ സ്മരതോ വാ ത്രികാലം നശ്യേതത്കാലജമാശു പാപം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ശിശുകുമാരസംസ്ഥാനവർണ്ണനം നാമത്രയോവിംശതമോऽധ്യായ. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. അതാണല്ലോ ശ്രീമദ്ഭാഗവതം. അഖിലശ്രുതി സാരമേകം, അധ്യാത്മദീപം, ഇങ്ങനെയൊക്കെയുള്ളതാണ് ശ്രീമദ്ഭാഗവതം. ഇതിനോട് തുല്യമായിട്ട് പറയാൻ വേറെ ഒന്നുമില്ല എന്നാണ്. ഗയ, അതുപോലെ തന്നെ ഹരിദ്വാരം, ഇങ്ങനെയൊക്കെ വൃന്ദാവനം മുതലായിട്ടുള്ള പുണ്യസ്ഥലങ്ങളുണ്ട്. അതെല്ലാം കൂടി എൻ്റെ പുണ്യമാണ് ശ്രീമദ് ഭാഗവതം. അത്രയ്ക്ക് വിശേഷമുണ്ട് ശ്രീമദ് ഭാഗവതത്തിന്. ഭഗവാനെക്കുറിച്ച് മാത്രം വർണ്ണിക്കുന്നു, അപ്പോൾ ഭാഗവതം എന്ന് അതിന് പേര്, ഭാഗവതം എന്ന് പേര്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം അതാണല്ലോ നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം സ്കന്ധം മുതൽ ഓരോ സ്കന്ധവും ഓരോരോ പ്രത്യേക പുരാണ ലക്ഷണത്തെ വ്യാഖ്യാനിക്കുന്നതാണ്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം മുതലായിട്ടുള്ള പുരാണ ലക്ഷണങ്ങൾ. 3-ാം സ്കന്ധത്തിലെ ഒരു വിശേഷ സന്ദർഭം നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. കപില മഹർഷിയുടെ വലിയ ഉപദേശം, എളുപ്പത്തിൽ ദുഃഖമില്ലാതാക്കാനുള്ള മാർഗം അമ്മയ്ക്ക് ഉപദേശിക്കുന്ന രീതിയിൽ ഈ ലോകത്തിന് മുഴുവൻ ഭഗവാൻ പറഞ്ഞു തന്നു. അത് കാപിലം. ഭഗവാന്റെ ആ വാക്കുകൾ 8 അധ്യായങ്ങളിലാണ്. ആർക്കും അത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല വിവേകമുണ്ടാവും. എളുപ്പത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഭഗവാന്റെ കഥ പറയുന്ന ആളുകളെ കാണാം, അവരുടെ മുഖത്തുനിന്ന് അവർ പറയണതൊക്കെ കേൾക്കുക. ആവശ്യമില്ലാതെ ഒരക്ഷരം പോലും അവർ പറയില്ല മഹാത്മാക്കൾ. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ക്രമത്തിലെ ഭക്തി ഉണ്ടാവും. ആ ശരിക്കും നിർഗുണ ഭക്തിയിൽ എത്തിച്ചേരുന്നത്. ആദ്യം താമസം, പിന്നെ രാജസം, സാത്വികമൊക്കെ പോയി നിർഗുണ ഭക്തിയിൽ എത്തിച്ചേരും. ആ നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാലും ജ്ഞാനാദേവതു കൈവല്യം എന്ന് വേദാന്തത്തിൽ പറയും. ജ്ഞാനം കൊണ്ടാണ് മുക്തി കിട്ടുക, വേറെ മാർഗമൊന്നുമില്ല. ആ ജ്ഞാനത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് നിർഗുണ ഭക്തി എന്ന് പറഞ്ഞാലും. ഭക്തിയും ജ്ഞാനവും വാസ്തവത്തിൽ രണ്ടല്ല. ആദ്യമൊക്കെ രണ്ടായിട്ട് തോന്നും. ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ അത് ഒന്നാണെന്ന് പിന്നീട് ബോധ്യം വരുന്നു. വാസ്തവത്തിൽ ഒന്നാണത്, രണ്ടെന്നൊരു തോന്നൽ മാത്രം. ഇങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ 3-ാം സ്കന്ധം നമ്മളൊന്ന് അനുസ്മരിച്ചു. 4-ാം സ്കന്ധം 31 അധ്യായങ്ങൾ. അതിൽ 4 പ്രകരണങ്ങളാണ് വിശേഷിച്ച്. 4 വേദങ്ങൾ, 4 യുഗങ്ങൾ, അതുപോലെ 4 പ്രകരണങ്ങൾ, 4 സന്ദർഭങ്ങളാണ് 4-ാം സ്കന്ധത്തിൽ. ഒന്ന് ദക്ഷയാഗം, 6 അധ്യായങ്ങളിൽ അത് പറഞ്ഞു. പിന്നെ 5 അധ്യായങ്ങളെ കൊണ്ട് ധ്രുവചരിത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രത്തിൻ്റെ മഹിമ വർണ്ണിക്കലാണ്. ധ്രുവന് നാരദ മഹർഷി തന്നെ ഉപദേശിച്ചു കൊടുക്കുക. ചെറിയമ്മ ശകാരിച്ച് വല്ലാതെ ദുഃഖിച്ച അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. നീ വിഷമിക്കണ്ട, നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ തന്നെ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫല ഭുങ്ക്രേ ജനോയൽ പരദുഃഖതസ്ഥൽ. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളൂ, എല്ലാ വിഷമവും തീരും. അതാണ് പറഞ്ഞത്, ത്വാമേവ നിത്യമഗതിഹി ശരണം ഗതാഭൂൽ. രാജാവ് തന്നെ തൻ്റെ ധർമ്മപത്നിയായിട്ട് കാണാൻ കഴിവില്ലാത്ത ആളായിത്തീർന്നു സുരുചിയുടെ പ്രഭാവം കൊണ്ട്, രണ്ടാമത്തെ പത്നിയുടെ ശക്തി കൊണ്ട്. അപ്പം എന്ത് ചെയ്തു ഭഗവാനെ? ത്വാമേവ നിത്യമഗതിഹി ശരണം ഗതാഭൂൽ. ഭഗവാനെ അവിടുത്തെ തന്നെ ശരണം പ്രാപിച്ചു. എന്ത് പറഞ്ഞ്? അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു. മാത്രമല്ല തൻ്റെ പുത്രനും അത് പറഞ്ഞു കൊടുത്തു. ത്വൽപാദമേവ ശരണം ശിശവേ ശശംസ. ഉണ്ണി എല്ലാ ദുഃഖം തീരാനായിട്ട് ഭഗവാനെ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹരിയാണ് ഭഗവാൻ. ഭക്താനാം ദുഃഖം ഹരതി, അതുകൊണ്ടാണ് ഹരി. ശരണം പ്രാപിച്ചോളാൻ പറഞ്ഞു. എന്നാൽ നമ്മുടെ എല്ലാ വിഷമവും തീരും. ബ്രഹ്മദേവനോ അങ്ങനെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ആ സ്ഥാനം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചോളാൻ പറഞ്ഞു. എന്നാൽ ഞാൻ തപസ്സിന് പോകട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു. 5 വയസ്സായിട്ടുള്ള ബാലനാണ്. ഭഗവാനെ കാണാൻ ആര് പുറപ്പെട്ടാലും അവിടെ എത്തിച്ചേരും ഒരാൾ, അതാണ് നാരദ മഹർഷി. പരീക്ഷിച്ച് നോക്കി. അപ്പോഴാണ് നല്ല സാധകനാണെന്ന് മനസ്സിലായി. ആ യോഗ്യത നോക്കാതെ സ്വീകരിച്ചാൽ എന്താ? ചിലർക്ക് ശിഷ്യനായിട്ട് സ്വീകരിച്ചു, ഉപദേശമൊക്കെ കൊടുക്കും. 10 ദിവസം കഴിയുമ്പോൾ ആളുടെ മനസ്സ് മാറി, അതൊക്കെ അപേക്ഷിച്ച് പോവും. അങ്ങനെ പാടില്ല. അപ്പം എന്തുണ്ട് അങ്ങനെ ചെയ്താൽ? ശിഷ്യ പാപം ഗുരുർ ഭുങ്ക്തേ. ശിഷ്യന്മാർ വേണ്ട പോലെ ആചരിച്ചില്ലെങ്കിൽ അത് ഗുരുവിനെ ബാധിക്കും. പരീക്ഷിച്ച് നോക്കിയിട്ട് വേണ്ടേ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്നാണ്. ശിഷ്യ പാപം ഗുരുർ ഭുങ്ക്തേ. അതിനു വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരെന്ത് ചെയ്യും? വളരെയധികം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ശിഷ്യന്മാരെ സ്വീകരിക്കുക. ഒരു ദിവസം ഓടിച്ചെന്നാൽ ചിലപ്പോൾ സ്വീകരിക്കില്ല. 10 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. താല്പര്യമുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെല്ലും. ചിലപ്പോൾ ഒന്നും കൂടിയും പരീക്ഷിച്ച് നോക്കും. ആദ്യം ഒരു പ്രാവശ്യം വന്നു, പിന്നെ വരുമോയെന്നറിയില്ല. 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയും. ജിജ്ഞാസ വേണോ? 1 മാസം കഴിഞ്ഞാൽ വീണ്ടും അവിടെ ചെല്ലും. എന്തെല്ലാം പറഞ്ഞു അതനുസരിക്കും. ആ കിട്ടേണ്ടത് കിട്ടിയാലേ വഴിയുള്ളൂ. അപ്പം അങ്ങനെ പരീക്ഷിച്ച് നോക്കും അവർ. നാരദ മഹർഷി പരീക്ഷിച്ച് നോക്കി. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാനായിട്ട് ഇത്രയൊന്നും വിഷമമില്ല, ഞാൻ കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞു നോക്കി. സമ്മതിച്ചില്ല എന്ന്. അപ്പോഴാണ് ധ്രുവനാണെന്ന് മനസ്സിലായിന്ന. ധ്രുവൻ എന്ന് പറഞ്ഞാൽ നല്ല നിശ്ചയദാർഢ്യമുള്ള ആളെന്നർത്ഥം. പുരാണത്തിൽ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അവരുടെ പേരുകൾക്കൊക്കെ വിശേഷ പേരുകൾ. നമ്മൾ സാധാരണ കാണുന്ന പേരുകളല്ലോ ഈ പുരാണങ്ങളിൽ കാണുന്നത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. ഒന്നും സാധാരണ പേരുകൾ കാണില്ല നമ്മൾ. അതെന്താ? അത് സാധാരണ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് വിഷയങ്ങളിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അസാധാരണമായിട്ടുള്ള പേര് പറയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. ആ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നല്ലോണം പരീക്ഷിച്ച് നോക്കി. അപ്പോൾ നല്ല സാധകനാന്ന് മനസ്സിലായപ്പോഴാണ് മഹാമന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ 12 അക്ഷരത്തിൻ്റെ ദ്വാദശാക്ഷരി മന്ത്രം, ഇതിൻ്റെ അപാര മഹിമ കൊണ്ട് എന്തായി? ഭഗവാനെ കാണാനും യോഗിമാർക്ക് പോലും എത്തിച്ചേരാൻ വിഷമമായിട്ടുള്ള ധ്രുവ പദവി കിട്ടി. അതാണ് പ്രത്യേകത. അപ്പം നല്ല ഗുരുവിനെ കാണാൻ കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ മുഖത്തുനിന്ന് ഒരു ഉപദേശം കേൾക്കാൻ കഴിഞ്ഞാൽ അപ്പം ജീവിതം സഫലമാവും. ഇതുപോലെ ഉയർന്ന സ്ഥാനം കിട്ടും എന്ന് അതാണ് പഠിപ്പിച്ചത്. അങ്ങനെ ധ്രുവചരിത്രം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണല്ലോ വിദുരർക്ക്. ധ്രുവചരിത്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സത്രേ ഗായൽ പ്രചേതസാം ആദോദ്യം വിദുതൻ ശ്ലോകാൻ സത്രേ ഗായൽ പ്രചേതസാം. മൈത്രേയ മഹർഷി പറയുന്നത് എവിടുന്ന ഈ അത്ഭുത ചരിത്രം കേട്ടെന്നറിയോ? പ്രചേതസ്സുകളുടെ സത്രത്തിൽ വെച്ച് നാരദ മഹർഷി പാടി കേട്ടതാണ് ഈ അത്ഭുത ചരിത്രം.
എനിക്ക് അറിയണമെന്ന് ആഗ്രഹമായി. നാരദ മഹർഷിയെ കാണാൻ ഇതുപോലെ ഉപദേശം കിട്ടാൻ ഭാഗ്യമുണ്ടായ പ്രചേതസ്സുകളാരാണ്, ഏത് വംശത്തിൽ ജനിച്ചു, എല്ലാം പറയണം. എപ്പോഴാണ് നാരദ മഹർഷിയെ കണ്ടത്, എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്, മുഴുവൻ ചോദ്യം, കുറേ അധികം. കേതേ പ്രചേതസോ നാമ കസ്യാപത്യാനി സൗവ്രത കസ്യാന്വവായേ പ്രഖ്യാതാഹ കസ്യാന്വവായേ പ്രഖ്യാതാഹ കുത്രവാസത്രമാസത. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിന് ഉത്തരം പറയാൻ തുടങ്ങി ആ വംശം. അപ്പോഴാണ് പൃഥുവിൻ്റെ ചരിത്രം പറഞ്ഞ് പൃഥുവിൻ്റെ അവതാരം, അദ്ദേഹം ഈ ലോകത്തിന് കൊടുത്ത വലിയ ഉപദേശങ്ങൾ എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് എളുപ്പത്തിൽ ആ സനാതനധർമ്മബോധം, ഈശ്വരബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പൃഥുവിൻ്റെ ഒരു ഉപദേശം, എല്ലാ കാലത്തേക്കും പറ്റുന്ന ഉപദേശമാണ് അതൊക്കെ. ഭഗവാന്റെ സാന്നിധ്യം എളുപ്പത്തിൽ പ്രജകൾക്ക് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം. കഴിഞ്ഞ് പുത്രനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹം അർച്ചിസ് എന്നുള്ള ലക്ഷ്മി ദേവിയോട് കൂടി മന്ദരം പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് ശരീരം ഉപേക്ഷിച്ചു. അപ്പം അങ്ങനെ മൂന്നാമത്തെ പ്രകരണം പൃഥുവിൻ്റെ ചരിത്രം. ആദ്യത്തെ ദക്ഷയാഗ ചരിത്രം, പിന്നീട് ധ്രുവൻ്റെ, പൃഥുവിൻ്റെ. നാലാമത്തെ വലിയ പ്രകരണമാണ് പുരഞ്ജനോപാഖ്യാനം, ഒരു ജീവൻ്റെ സംസാരഗതി. ഒരു ജീവൻ കർമ്മം ചെയ്ത് പുണ്യപാപങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ നാനാതരത്തിലുള്ള ശരീരങ്ങളെടുത്ത് സഞ്ചരിക്കും. അതാണ് സംസാരം. സംസരതി ഇതി സംസാര. ജീവൻ ഇങ്ങനെ സഞ്ചരിക്കുക, സഞ്ചരതി എന്നർത്ഥം, ജീവൻ്റെ സഞ്ചാരം. അതിനെക്കുറിച്ച് വർണ്ണിച്ച് കേൾപ്പിച്ചു. പക്ഷേ വേണ്ടത്ര വിവേകം വന്നില്ല പ്രാചീന ബിർഹിസിന്. വീണ്ടും കർമ്മത്തിൽ ആസക്തി. അങ്ങനെയുള്ള ആൾക്ക് പെട്ടെന്ന് വിരക്തിവനായിട്ടാണ് അവിടെ ചെറിയൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട്. ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ മൃഗാനസതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധഗതാണ് ഭിന്നം. കാട്ടിലെ ഒരു മാൻ സഞ്ചരിക്കുന്നു. പിന്നാലെ ഒരു വേടൻ വന്ന് ഒരമ്പയച്ച് വേടൻ്റെ അമ്പ് ശരീരത്തിൽ വന്നുകൊണ്ട് രക്തം അങ്ങനെ ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഒരു മാനിൻ്റെ. മുൻപിലാണെങ്കിൽ ചെന്നായ്ക്കൾ കടിച്ചു കയറാൻ നിൽക്കുക. ഇത് രണ്ടും കണ്ടു എന്നടിക്കാതെ ശ്രദ്ധിക്കാതെ എവിടെയാണ്, ഏത് പുഷ്പങ്ങളിലാണ് നല്ല തേനുള്ളത്, വണ്ടുകളുടെ നല്ല സംഗീതം, ഝങ്കാരം, അതെങ്ങനെയാണ് കേൾക്കുക, എവിടെയുള്ളത് എന്നന്വേഷിച്ച് ഒരു മാൻ നടക്കുക. എന്താവും അതിൻ്റെ അവസ്ഥ? ഒരു നിമിഷം കഴിയുമ്പോഴേക്കും മറിഞ്ഞു വീഴായി. വേടൻ്റെ അമ്പ് ശരീരത്തിൽ തറച്ച് കയറി രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക. അത് പ്രാണൻ പോണതിന് മുമ്പ്, മറിഞ്ഞു വീണതിന് മുമ്പ് ചെന്നായ്ക്കൾ കടിച്ച് കീറി കഷ്ണം കഷ്ണമാക്കും. എന്നിട്ടാണ് എവിടെയാ നല്ല പുല്ലുള്ളതെന്ന് അന്വേഷിക്കണേ മാൻ. വിവേകമില്ലാത്ത മനുഷ്യൻ ഈ മാനിനേക്കാൾ എന്ത് വിശേഷമുള്ള ആളാണെന്ന് ചോദിക്കുക. രാത്രി പകലുകളെയാണ് ചെന്നായ്ക്കളായിട്ട് ഇവിടെ പറഞ്ഞത്. ഒരു രാത്രി കഴിയണോ, ഒരു പകൽ കഴിയണോ, മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുക. ഒരു നിമിഷം പോലും പോയാൽ തിരിച്ചെടുക്കാനുള്ള വഴി ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഇത്രയും വിലപ്പെട്ട, ഇത്രയും വലിയ ദീർഘമായ ഒരു ഭാഗമാണ് ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. ഏത് നിമിഷത്തിലും വേണമെങ്കിലും മരണം സംഭവിക്കാം. അതാണ് പിന്നാലെ വേടൻ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോഴാണ് ഇനി ഒരു നിമിഷം നേരം ഇരിക്കാൻ വയ്യ, പോകുക എന്ന് പറഞ്ഞ് പുത്രന്മാരൊക്കെ വന്ന് രാജ്യം ഭരിക്കുക ഭരിക്കാതിരിക്കുക എന്ത് വേണം ചെയ്തോട്ടെ, എല്ലാ മന്ത്രിമാരെ ഏൽപ്പിച്ചു. പല സംശയങ്ങളും ചോദിച്ചു. നാരദ മഹർഷി എടുക്കെ ഗുരുനാഥ എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു. ഈ ശരീരം കൊണ്ട് കർമ്മഫലം അനുഭവിക്കണോ ജീവൻ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ശരീരം കൊണ്ട് അല്ലേ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. മരിച്ചു പോകുമ്പോൾ ഈ ശരീരോട് ഉപേക്ഷിച്ചല്ലേ പോണത്. പിന്നെ എന്താ അനുഭവം എന്ന് ചോദിച്ചപ്പോഴാണ് സ്ഥൂല ശരീരമാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിനാണ് അനുഭവം. സൂക്ഷ്മ ശരീരം ഉള്ളിടത്തോളം കാലം സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ശരീരം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെയാ അറിയാം സൂക്ഷ്മ ശരീരം ഉണ്ടെന്ന്? സ്വപ്ന അവസ്ഥ കൊണ്ട് അറിയാമെന്നാണ് പറയും. സ്വപ്നം കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങൾ ആളുകൾക്ക് വരുന്നു. പല സ്ഥലത്തും പോയി നമ്മൾ ചിലപ്പോൾ പേടിച്ചു, ഓടി, നടന്നു, ക്ഷീണിച്ചൊക്കെ വരും.
ഉണർന്നു കഴിഞ്ഞാലോ ഓടി ക്ഷീണിച്ച ആൾക്ക്, സ്വപ്നം കണ്ട ആൾക്ക് ശരീരത്തിനൊരു വല്ലാത്ത ക്ഷീണം ഉണ്ടാവും, തളർച്ചയുണ്ടാവും, ഓടിയ പോലെ ഇരിക്കും. വാസ്തവത്തിൽ ഓടിയുണ്ടോ? അനങ്ങിയിട്ടില്ല, അവിടെ കിടന്നിട്ടേ ഉള്ളൂ. ഒരല്പസമയം ഒരു സ്വപ്നം കണ്ടു, ഇത്രയും ഉണ്ടായുള്ളൂ. അപ്പോൾ എന്തുണ്ടാ? അപ്പോൾ സ്ഥൂല ശരീരത്തിനല്ല, സ്ഥൂല ശരീരം അനങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ ക്ഷീണിച്ചത്? അപ്പോൾ അതിനെ ആശ്രയിച്ച് നിൽക്കണേ സൂക്ഷ്മ ശരീരത്തിനാണ് ഈ അനുഭവങ്ങളൊക്കെ. അതിനാണ്. അപ്പോൾ ഈ ശരീരം വിട്ടുപോകുമ്പോൾ ഈ സ്ഥൂല ശരീരമാണ് വിട്ടുപോണത്. സൂക്ഷ്മ ശരീരം വീണ്ടും ഓരോ ശരീരങ്ങളെടുത്ത് വിഷമിക്കേണ്ടി വരും. ഇതവിടെ വളരെ എളുപ്പത്തിൽ നാരദ മഹർഷി, നാരം ദദാതീതി നാരദ, ജ്ഞാനോപദേശം ചെയ്യുന്ന ആൾ വലിയ ജ്ഞാനിയാണ് നാരദ മഹർഷി. അജ്ഞാനത്തെ ഇല്ലാതാക്കും, ജ്ഞാനത്തെ ഉണ്ടാക്കും. അതാണ് നാരദ ശബ്ദത്തിനർത്ഥം. ഇങ്ങനെ അതും പറഞ്ഞ് കേൾപ്പിച്ചു. രുദ്രഭഗവാന്റെ ഉപദേശം കേട്ടി. രുദ്രഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഗീതം രുദ്രഗീതം. അത് വാസ്തവത്തിൽ വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണ്. യോഗാദേശം എന്നാണ് അതിൻ്റെ പേര്. യോഗാദേശം. രുദ്രഭഗവാൻ ഉപദേശിച്ചപ്പോൾ രുദ്രഗീതം എന്നതിന് പേര് വന്നെന്നുള്ളൂ. വിഷ്ണു സ്തോത്രമാണ്. അതങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണു. പ്രചേതസ്സുകൾ അവർ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ വലുത് ആഗ്രഹം ഉണ്ടാവുമോ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുത്തെ ഭജിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളാം ഈ മന്ത്രം ജപിച്ച്. അതല്ല, നിങ്ങളുടെ അച്ഛൻ തപസ്സിന് പോയി കഴിഞ്ഞു, നിങ്ങൾ ചെന്ന് രാജ്യം ഭരിക്കണം, നിങ്ങൾ വാർക്ഷിയെ വിവാഹം കഴിച്ചോളൂ, വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയെ. മാരിഷ എന്നതിന് പേര്. വൃക്ഷങ്ങൾ വളർത്തിയപ്പോൾ വാർക്ഷി, ശകുന്തങ്ങളെ ലാളിച്ചപ്പോൾ ശകുന്തള എന്ന പേര് വന്നില്ലേ? അതുപോലെ വൃക്ഷങ്ങൾ വളർത്തിയപ്പോൾ വാർക്ഷി എന്ന പേര്. അതിനെ വിവാഹം കഴിച്ചോളൂ. അതിൽ ദക്ഷനൊരു പുത്രൻ ഉണ്ടാവും. ആ പുത്രനെ ഏൽപ്പിച്ചിട്ട് വേണം വീണ്ടും നിങ്ങൾ തപസ്സിന് പോകാൻ. ഇതാണ് നിങ്ങളുടെ കർത്തവ്യം. ഭഗവാൻ ഉപദേശിച്ചു, അതുപോലെയൊക്കെ ചെയ്തു. വീണ്ടും ദക്ഷിണ ഏൽപ്പിച്ചു കൊടുത്ത് തപസ്സിനായിട്ട് പോകുമ്പോഴാണ് പഠിച്ചതെല്ലാം മറന്നുപോയിന്നാണ്. എന്താ പഠിപ്പിക്കുന്നത്? കുറച്ച് കാലത്തെ വിഷയാസക്തമായ ജീവിതം കൊണ്ട് എല്ലാം മറന്നുപോയത്. പഠിക്കാൻ എത്ര കാലം വേണം, എത്ര വിഷമിക്കണം? മറക്കാൻ അതൊന്നും വേണ്ട, വളരെ വേഗത്തിലെല്ലാം പോകും. വാർദ്ധക്യത്തിൽ വീണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചാൽ ആർക്കും അത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാഴാക്കല്ലേ. സ്വാധ്യായോധ്യേതവ്യ എന്ന് ഒരു പ്രത്യേകം ഉപദേശിപ്പിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ മറക്കാതെ നോക്കണം കേട്ടോ, മറക്കാതെ നോക്കണോ, നിത്യം അത് അഭ്യസിക്കണം. അതിന് സ്വാധ്യായം എന്ന് പറയും. നിത്യം അഭ്യസിക്കുകയാണോ എത്ര വാർദ്ധക്യത്തിലും നോക്കെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവും. എന്നാൽ എന്തിനാ സഹസ്രനാമവും മറ്റ് സ്തോത്രങ്ങളൊക്കെ നമ്മൾ എന്തിനാ ഓർമ്മ വയ്ക്കുന്നത്? അതല്ലെങ്കിൽ വാർദ്ധക്യത്തിലെ ദുർവിചാരം വന്ന് കൂടുതൽ ദുഃഖം വരും. അതിനെ ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇതിനാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് വിഷമിക്കണ്ട. അപ്പോഴാണ് ഞങ്ങൾ പഠിച്ചതൊക്കെ മറന്നുപോയല്ലോ, ഇനി ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഉപദേശങ്ങളുണ്ട് അവിടെ. നാരദ മഹർഷി കൊടുക്കുന്നുണ്ട്. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനവാ സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശുജനാർദ്ദനഃ. അനവധി കാലമൊന്നും വേണ്ട ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. നിങ്ങൾ പഠിച്ചൊക്കെ മറന്നുപോയെന്നല്ലേ? 100 മന്ത്രം വേണോ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ? അപ്പോഴാണ് ധ്രുവന്റെ ചരിത്രം അവിടെ പറഞ്ഞ് കേൾപ്പിച്ചത്. ധ്രുവൻ വേദങ്ങൾ മുഴുവൻ ചൊല്ലിക്കൊണ്ടിരുന്നോ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കുറേ വയസ്സായിട്ടുള്ള ആളോട് വലിയ വലിയ സാധനങ്ങൾ അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതിന് ഉദാഹരണമാണ് ഇവിടെ. അതൊന്നും വേണമെന്നില്ല, ഒരു നാമം മതി എന്നാണ്. അത്രയും ശക്തിയുണ്ട്. നാമത്രയം, 12 നാമങ്ങൾ, 16 നാമങ്ങൾ, ഏതെല്ലാം തരത്തിലാ സകല ദേവീ ദേവന്മാർക്കുണ്ട് നാമങ്ങൾ. ഏതാണോ മനസ്സിനിണങ്ങുന്നത് അതുപോലെ അത് ജപിക്കാമെന്നാണ്. ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഭഗവാനെ എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ പറ്റും. ആരിലും ഒരു വൈരം ഇല്ലാതിരിക്കുക. ദയയാ സർവഭൂതേഷു. കിട്ടിയതിൽ സന്തോഷിക്കുക. അപ്പം പിന്നെ ഒന്നും സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരില്ല. യഥേച്ഛാ കിട്ടിയതിൽ സന്തോഷിക്കുക. അങ്ങനെ ആയാൽ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അഭിമുഖമാക്കി തീർക്കാം. വാണി ഗുണാനുകഥനെ
ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സദാന്തർശനേസ്തു ഭവത്തനൂനാം. വേദത്തിൻ്റെ സാര ഭദ്രം കർമ്മേഭിശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. ഇതിൻ്റെ സാരാണ് ആ ദശമസ്കന്ധം 10ാധ്യായത്തിലുള്ള ആ നളഗോപര മണിഗ്രീവന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഭവന്മൂർത്തിയായോഗേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ എന്ന് നാരായണീയത്തിൽ അതേ ഭാഗം തന്നെ അതേപോലെ തന്നെ. ഇതെല്ലാത്തിലും കാണാതെ ഈ ഭാഗവത്തിലൊക്കെ എത്രയോ ദിക്കിലത് എല്ലാ ഗ്രന്ഥത്തിലും ഉണ്ടാവും. ഇതം ഭാഗവതം നാമപുരാണം. നാമമാഹാത്മ്യത്തെ ആദ്യന്തം വർണ്ണിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഒരു ഗ്രന്ഥം മുഴുവൻ നാമം പുരാണം. ഭാഗവത്തിനെ അങ്ങനെയും പറയാന്ന ഇതം ഭാഗവതം നാമപുരാണം. നാമമാഹാത്മ്യം ഇത്രയും വർണ്ണിക്കുന്നത് വേറെ കുറവാകുന്ന. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വളരെ ചുരുക്കി പ്രിയവ്രതൻ്റെ ചരിത്രം പറഞ്ഞു. ഒറ്റ ശ്ലോകത്തിൽ ഇതുപോലെ പറഞ്ഞാൽ പോരാ, വിസ്തരിക്കുമെന്ന് പറയുമ്പോൾ പ്രിയവ്രതൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ആഗ്നിധരൻ്റെ ആത്മചരിത്രം, ആഗ്നിധരന് നാഭി മുതലായിട്ടുള്ള പുത്രന്മാർ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശക്തികളതൊക്കെ. ഭഗവാൻ തന്നെ ഓരോ രൂപത്തിൽ നാനാരൂപേണ സാധൂനവതരതി പരിത്രാതും അത്ര ക്ഷമായാം സർവജ്ഞ തത്ര തത്ര. അവിടെ അവിടെ ഭഗവാൻ അതാത് സമയത്ത് അവതരിക്കണമെന്നാണ്. അങ്ങനെ പ്രിയവ്രതൻ, ആഗ്നിധ്രൻ, നാഭി മേരുദേവിമാർ ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ യജ്ഞശാലയിൽ വന്നപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ഒത്തിക്കുകൾ പറഞ്ഞു അവിടുത്തെ പുത്രൻ വേണം. നിങ്ങൾ വളരെ വിഷമമുള്ള വരാൻ ചോദിച്ചത് എന്നെപ്പോലെ മമാ അഹമയ അഭിരൂപ കൈവല്യാത്. എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ വേദമുച്ചരിക്കുന്ന ആളുകളെ മഹാത്മാക്കളല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞാലും, വെറുതെ ആവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ജനിഷ്യേ അഹം ഇതി ബ്രുവാണ. ശരി, ഞാൻ തന്നെ അവതരിച്ചേക്കാം ഇവരുടെ പുത്രനായിട്ടെന്നും പറഞ്ഞ് നാഭി മേരുദേവിയുടെ പുത്രനായി ഭഗവാൻ തന്നെ അവതരിച്ചു എന്നാണ്. ഭഗവാനാകുമ്പോൾ എല്ലാ ഗുണവും തികഞ്ഞ ആളാവും. അതുകൊണ്ട് ഋഷഭൻ എന്ന് പേരിട്ടു. അതുകൊണ്ടാണ് ഋഷഭ ഇത് ഈദം നാമ ചകാര. ബലം കൊണ്ട്, മറ്റ് ശക്തികളെ കൊണ്ട്, തേജസ് കൊണ്ട്, അങ്ങനെ വേണ്ട, എല്ലാ ഗുണവും തികഞ്ഞു. അതുകൊണ്ടാണ് ഋഷഭൻ സർവശ്രേഷ്ഠൻ എന്നർത്ഥം. ഈ സർവശ്രേഷ്ഠത ഭഗവാന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ രാജ്യം ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് പുത്രന്മാർ, ഭരതൻ മുതലായിട്ടുള്ള പുത്രന്മാരാണ് ഋഷഭദേവന്. അതിൽ കുറേ ആൾക്കാർ, പലരും പല തരക്കാരാണ്. എല്ലാവരും ധർമ്മം സംസ്ഥാപിക്കാൻ വന്ന ആൾക്കാരാണ്. ചില കർമ്മകാണ്ഡങ്ങളൊക്കെ അഭ്യസിച്ച് വേദങ്ങളും പഠിച്ച് യജ്ഞങ്ങളൊക്കെ പഠിച്ച് അത് ചെയ്തുകൊണ്ട് ലോകത്തിന് വേണ്ടിക്കൊണ്ട്. വേറെ ചില ആളുകൾ, 9 ആൾക്കാർ നവയോഗികളായിട്ട്, കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിരോത്രൻ, ദ്രുമിളൻ, ചരസ്വൻ, കരഭാജൻ, ഇവർ 9 ആൾക്കാർ. ഇവരുടെ ചരിത്രം പിന്നീട് പറയാം എന്നാണ് പറഞ്ഞത്. വസുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് ഭക്ഷ്യാമാണ്. നവയോഗികൾ ഈ കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട്. അത് ഏകാദശ സ്കന്ധത്തിൽ 2 മുതൽ 5 കഴിയുന്നവരെയുള്ള 4 അധ്യായങ്ങളിൽ 185 ശ്ലോകങ്ങളിലായിട്ട് നവയോഗികളുടെ ഉപദേശം നമ്മൾ കാണുന്നത്. അതാ പിന്നെ പറയാമെന്ന് പറയും. കാരണം അത് ജ്ഞാനപ്രധാനമാണ് ഉപദേശം. ജ്ഞാനകാണ്ഡത്തിൻ്റെ സാരം ഏകാദശത്തിലാണ്. അതുകൊണ്ടാണ് അത് അവിടേക്കാക്കിയത്. ഭാഗവതം നിർമ്മിക്കുമ്പോൾ അവസാനത്തെ ശ്ലോകം വരെ കണ്ടുകൊണ്ടാണ് ഗ്രന്ഥം നിർമ്മിച്ചേക്കുന്നത്. ഭവേ ഭവേ യഥാഭക്തി എന്ന് വരെ എങ്ങനെ നിർമ്മിക്കണമെന്ന് നല്ലോണം കണ്ടുകൊണ്ടാണ്. വലിയ ആളുകൾ ഗ്രന്ഥം നിർമ്മിക്കുമ്പോൾ
അങ്ങനെ എഴുതി എഴുതി വന്ന് കുറേ ഒരു ഗ്രന്ഥമായിട്ട് തീരില്ലല്ല. ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് മുഴുവൻ മനസ്സിൽ ആദ്യം കാണും. പിന്നെ അതിനെ പുറമെയാണ് എഴുതി വയ്ക്കാത്തുള്ളൂ. ആദ്യം മനസ്സിലാണ് ഗ്രന്ഥം ഉണ്ടാവുക. അങ്ങനെ നിർമ്മിച്ച് ബുദ്ധിസ്ഥ പരാമർശം എന്ന് പറയുന്നതിന് ആദ്യം അവനവൻ്റെ മനസ്സിലുണ്ടാവുക, പിന്നെ പുറമേ എഴുതി വയ്ക്കുക. അപ്പം അങ്ങനെ വരെ കണ്ടുകൊണ്ട് അതാണ് പറഞ്ഞത് നവയോഗികളുടെ ചരിത്രം ഏകാദശ സ്കന്ധത്തിൽ പറയാം, വസുദേവ നാരദ സംവാദ രൂപത്തിൽ. അപ്പം അത് മുഴുവൻ കണ്ടുണ്ട്, അവസാനം വരെ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കാം. പലതും അതുപോലെ ഉത്തരത്ര അഭിധാസ്യേം പിന്നീട് പറയാം കേട്ടോ ഈ ചരിത്രം എന്ന് പറയും. ഓരോ സന്ദർഭം വരുമ്പോൾ അത് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നവയോഗികളുടെയും മറ്റുള്ളവരെയും ഒരു 9 ആൾക്കാർ രാജ്യം ഭരിക്കാൻ തയ്യാറായി. ഇവരെല്ലാവരും ഗുരുകുലത്തിലൊക്കെ താമസിച്ചും എല്ലാം പഠിച്ച് നല്ല ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരുമാണ്. പ്രത്യേകമായിട്ട് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു ദിവസം വലിയ സഭയിൽ വച്ച് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ അവതരിക്കുമ്പോൾ ഒരു സന്ദേശം കൊടുക്കാനുണ്ടാവും ഈ ലോകത്തിന്. എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? ധർമ്മം സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞു. ധർമ്മം എന്താ? ഓരോരുത്തരുടെയും കർത്തവ്യം. അവനവൻ്റെ കർത്തവ്യം എന്താണെന്ന് ആളുകൾ മറന്ന്, ചെയ്യേണ്ട കാര്യങ്ങൾ മറന്ന് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ അവർക്ക് ആ നേർമാർഗം കാണിച്ചു കൊടുക്കാനും ധർമ്മം ഉപദേശിക്കാനാണ് ഭഗവാന്റെ അവതാരം. എല്ലാ ദിക്കിലും കാണാതെ ലോകം മുഴുവൻ മറക്കുക അവനവൻ്റെ കർത്തവ്യം എന്താണ്, ധർമ്മം. അത് മറക്കുമ്പോഴാണ് ഉപദേശിക്കാനായിട്ട്. അപ്പോഴാണ് അർജുനെ നിമിത്തമാക്കി ഉപദേശിച്ചതും ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ടും ഭീഷ്മരെ ഉപദേശിച്ചതും ഒക്കെ അതിനാ ഓരോ സന്ദർഭത്തിൽ വന്ന്. അങ്ങനെ അതൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല, നല്ല അറിവുള്ളവരാ. എങ്കിലും കുറേ അധികം ആൾക്കാർ ഒന്നിച്ച് സഭയിൽ കൂടിയപ്പോൾ ഭഗവാനെ, രാജാവിനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാരണം ഭഗവാൻ തന്നെയാണല്ലോ അവതരിച്ചേക്കണേ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കണം. രാജാവിൽ ഭക്തി, അത്ര ഭക്തിയുള്ള ആൾക്കാരാണ്. എല്ലാവരും കൂടി സഭയിൽ വന്ന് നിൽക്കുമ്പോൾ കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ട് വലിയൊരു ഉപദേശം കൊടുക്കുകയുണ്ടായി ഋഷഭദേവൻ. 27 ശ്ലോകങ്ങളെ കൊണ്ട് സർവശാസ്ത്രങ്ങളുടെ സാരം അതിലൊതുക്കി. 27 ശ്ലോകങ്ങളാണ് ഋഷഭദേവൻ്റെ ഉപദേശം. 5-ാമത്തെ അധ്യായത്തിൽ, 5-ാം സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ ഋഷഭ ഉവാച നായം ദേഹോ ദേഹഭാജാന്ന് ലോകേ കഷ്ടാൻ കാമാനരിഹതേ വിഡ്ഭുജാഞ്ജേ തപോ ദിവ്യം പുത്രകാഃ യേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. ഹേ പുത്രകാഃ, കുട്ടികളെ എന്ന് വിളിക്കുക. ഭഗവാൻ കുട്ടികളെ എന്ന് വിളിച്ച ആരെയാവും? ഈ ലോകത്തിനെ മുഴുവൻ. അതാണ് സ്വന്തം ആ ഭരതാദി പുത്രന്മാരെ എല്ലാം വിളിച്ചത്. ലോകത്തിനെ മുഴുവൻ, അവിടെ കൂടി ആളുകളെ മുഴുവൻ കുട്ടികളെ എന്നാണ് വിളിക്കുക. അമ്മമാരെ കുട്ടികളെ എന്ന് വിളിക്കുക. ആരോട് സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികളെ. വലിയ ജ്ഞാനികൾ ഈശ്വരൻ എന്ന് വിളിക്കുക. എല്ലാവരും സംബോധന ചെയ്യാം. ഈശ്വരസ്വരൂപികളെ എന്നാണ് മഹാത്മാക്കൾ സംബോധന ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികളെ എന്നൊക്കെ അവരങ്ങനെ കാണാൻ പറ്റുള്ളൂ മഹാത്മാക്കൾക്ക്. ഉദാരചരിതാനാന്തു വസുധൈവ കുടുംബകം അയം നിജഃ പരോവേദി ഗണന ലഘുചേതസ. അല്പജ്ഞന്മാർക്കാണ് ഇത് ഞാൻ എൻ്റെ ആൾക്കാർ, എൻ്റെ കുട്ടി എന്ന് മാത്രം ചിന്ത. മറ്റുള്ളവർ മുഴുവൻ എല്ലാവരും ഒരേപോലെ കാണും, മക്കളായിട്ട് കാണാൻ പറ്റും. അതാണ് പുത്രകാഹ, കുട്ടികളെന്നാ. ഈ ഭരതാദി പുത്രന്മാർ മാത്രമൊന്നല്ല അവിടെ നിൽക്കുന്നത്, ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. വലിയ ബ്രഹ്മഋഷി പ്രവര സഭായാം എത്ര ആൾക്കാർ തിങ്ങിക്കൂടിയിരിക്കുന്ന വലിയ പണ്ഡിതന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും ഇരിക്കുന്ന വലിയ സഭയിൽ വെച്ചാണ് കുട്ടികളെ സംബോധന ചെയ്തത്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാവർക്കും എന്നെ വിളിക്കുന്ന പോലെയായിട്ട് തോന്നിയെന്നാണ്. സ്വന്തം അച്ഛൻ വിളിക്കുന്ന പോലെ എല്ലാവർക്കും തോന്നി. പറയാനായിട്ട് ആരംഭിച്ചു. നായം ദേഹോ ദേഹഭാജം ലോകേ കഷ്ടാൻ കാമാനരിഹതേ. ഈ ശരീരം ജീവന് അപൂർവമായിട്ട് കിട്ടുന്നതാണല്ലോ, വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുക. നിർദേഹം ആദ്യം സുലഭം സുദുർലഭം, അത്യന്ത ദുർലഭമാണ് കേട്ടോ. ഏവം ദുർലഭ്യ വസ്തുന്യപി
സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തൻവാ വാചാധിയാ വാ ഭജതി ബതജന ക്ഷുദ്രദൈവ സ്ഫുടേയം. ഇത്രയും വലുത് കിട്ടിയിട്ടും ആളുകൾ കഷ്ടാൻ കാമാനർഹതി, നിസ്സാരമായിട്ട് ഓരോന്നിനു വേണ്ടി സുഖം എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ആൾക്കാർ സമയം കളയണു, കാലം കളയണു. വലിയ വിലപ്പെട്ട മനുഷ്യന്മം കളയരുതട്ടോ. വിഷയസുഖങ്ങൾക്ക് ഈ മനുഷ്യൻ്റെ ശരീരമൊന്നും വേണ്ട, സാർവ ജീവജാലങ്ങൾക്കുണ്ട്. വിഡ്ഭുജായി നിസ്സാരമായിട്ട് ഓരോന്ന് ഭക്ഷിച്ച് നടക്കുന്ന ജീവികൾക്ക് പോലും അവർക്ക് ഇന്ദ്രിയ സുഖമൊക്കെ അവർക്കുണ്ട്. അതുപോലെ ജീവിക്കാനാണോ? എന്നാൽ അതുപോലത്തെ ശരീരം മതി. ഇത്ര ഉത്കൃഷ്ടമായിട്ടുള്ള ശരീരത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം? തപോദിവ്യം പുത്രകാഹ, തപസ് ചെയ്യണം, ഭഗവാനെ ഭജിക്കണം. ഇതാണ് മനുഷ്യൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യം. സുഖം നേടാനാണല്ലോ ആഗ്രഹം. അതിന് അവിടെ ഇവിടെ ഓടിപ്പോയാൽ നിങ്ങൾക്കത് കിട്ടില്ല, വെറുതെ ആയുസ് പാഴാക്കി കളയാന്ന് മാത്രം. അതുകൊണ്ട് തപസ് ചെയ്യണം. തപോദിവ്യം പുത്രകാഹ. അതുകൊണ്ട് എന്താ പ്രയോജനം? യേന സത്വം ശുദ്ധ്യേത്. ആ തപസ് കൊണ്ട് മനസ്സിന് ആത്യന്തികമായിട്ടുള്ള ശുദ്ധി വരും. മനസ്സിൻ്റെ അഴുക്കാണ് ദുഃഖത്തിന് കാരണം. കണ്ണാടിയിൽ അഴുക്ക് പറ്റിയാൽ പ്രതിബിംബം തെളിഞ്ഞ് കാണില്ല. മനസ്സിൽ ഈശ്വരതത്വം തെളിയുമ്പോഴാണ് ശരിയായിട്ടുള്ള സുഖം. അത് തെളിയാൻ തടസ്സമായിട്ട് മനസ്സ് അഴുക്ക് പിടിച്ചിരിക്കണം. അതിനെ കളയണം. അതിനെന്താ വഴി? ഭഗവാനെ ഭജിക്കുക, തപസ് മാത്രം. അപ്പം എന്തുണ്ടാവും? മനസ്സ് ശുദ്ധായാൽ ബ്രഹ്മസൗഖ്യം തു അനന്തം. അതാണ് ശരിയായിട്ടുള്ള ആനന്ദം. അഖണ്ഡ സച്ചിദാനന്ദം. അഖണ്ഡ ആനന്ദം വേണമെങ്കിൽ ഈശ്വരതത്വം തെളിയണം. അതിന് തപസ് കൊണ്ടേ പറ്റുള്ളൂ. അത് ഈ മനുഷ്യ ശരീരത്തെ ഇരിക്കുമ്പോൾ മാത്രമേ ജീവനാ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാഴാക്കല്ലേ പാഴാക്കല്ലേ എന്നാണ്. നായം ദേഹോ ദേഹഭാജാന്ന ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഭുജായേ തപോദിവ്യം പുത്രകാഹ യേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം തു അനന്തം. മറ്റുള്ള സുഖങ്ങളൊക്കെ കുറച്ചു നേരം സുഖം, ദുഃഖമായിട്ട് തീരും. പിന്നെ അനന്തസുഖം വേണോ? ഈശ്വര അനുഭൂതി വേണം. അതിന് ഈശ്വരനെ ഭജിക്കണം, അതിനായിട്ട് ഉപയോഗിക്കണം. സുഖം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആചാര്യന്മാരുടെ വാക്ക് കേൾക്കണം. അതല്ല ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കണം, ഇഷ്ടം പോലെ അനുഭവിച്ചോളൂ. ഇതാ പറഞ്ഞു തന്നെ. അപ്പോൾ ചോദിച്ചു, എന്താ ഇതിന് വഴി? എങ്ങനെയാ തപസ് ചെയ്യേണ്ടത്? എങ്ങനെയാ ഭഗവാനെ ഭജിക്കേണ്ടത്? അതെങ്ങനെ അറിയും? എളുപ്പത്തിൽ പറഞ്ഞുതരാം. മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ. ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു മാർഗമാണ്, ഒരു ദ്വാരമാണ് സത്സംഗം, സജ്ജനങ്ങളുടെ അടുക്ക ചെല്ലൽ. മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ. അതിഭയങ്കരമായിട്ടുള്ള കൂരിരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ദിക്കിലേക്കുള്ള പ്രവേശമാണ് കേട്ടോ വിഷയാസക്തന്മാരോടുള്ള ചേർച്ച. തമോദ്വാരം യോഷിതാം സംഗീസംഗം. വിഷയാസക്തന്മാരുള്ള ചേർച്ചയുണ്ടല്ലോ, അത് കരകയറാൻ പറ്റാത്ത അഗാധമായ ദുഃഖ സാഗരത്തിൽ ചെന്ന് പതിക്കും. അതുകൊണ്ട് സത്സംഗത്തിന് വേണ്ടി ശ്രദ്ധിച്ചോളൂ. ഇതാണ് മനുഷ്യൻ വേണ്ടത്. മറന്നു പോകുമ്പോൾ എത്ര കാര്യമാണ് പറഞ്ഞു തരണേ. എല്ലാവരും മറന്നു പോകുന്ന കാര്യം, എല്ലാ കാലത്തും ഏത് രാജ്യത്ത് ചെന്നിരുന്നാലും ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ ആരും ശ്രദ്ധിക്കും. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ദേശകാല ഭേദങ്ങളൊന്നുമില്ല. ഋഷിമാരുടെ വാക്കിന് ദേശകാല ഭേദങ്ങളില്ല. ഈ ഭൂമുഖത്തുള്ള സർവ്വ മനുഷ്യർക്കും ഒരേപോലെ വേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ചില ആൾക്കാർ പലരും പല രീതിക്കാരൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടെങ്കിലും ഋഷിമാരുടെ ദൃഷ്ടിയിലോ ഭഗവാന്റെ ദൃഷ്ടിയിലോ ഒക്കെ അതൊന്നുമില്ല. എല്ലാവരെയും അവർ ഒരേപോലെ ഭൂമുഖത്തുള്ള മനുഷ്യരെ മുഴുവൻ മനുഷ്യരായിട്ട്, മൃഗങ്ങളെ മൃഗങ്ങളായിട്ട്, പക്ഷിയെ പക്ഷിയായിട്ട്, കുറെ കഴിയുമ്പോൾ ആ തിരിവ് പോലും ഇല്ലാണ്ടാവും. ആ ജീവചൈതന്യത്തെ മാത്രം ഒന്നായിട്ട് കാണുവരും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും വേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പം സജ്ജനങ്ങളെ കാണാൻ കഴിഞ്ഞാൽ മതി. അവരെ സേവിക്കുക വേണ്ടതല്ലേ, അവരെടുക്ക ചെല്ലുക വേണ്ടതല്ലേ. അപ്പം എങ്ങനെയാ അവരെ തിരിച്ചറിയാം?
സജ്ജനങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ അവരുടെ അടുക്കലേക്കല്ലാൽ. പറഞ്ഞുതരാം. മഹാന്തസ്തേ സമചിത്താഹ, എല്ലാവരെയും അവർ ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. പ്രശാന്താഹ, ഭേദബുദ്ധി വന്നാൽ മനസ്സ് അശാന്തമായി, സമബുദ്ധി വന്നാൽ മനസ്സ് ശാന്തമായി. മഹാന്തസ്തേ സമചിത്താഹ പ്രശാന്താഹ, ശാന്തന്മാരുടെ അടുക്ക ചെന്നാൽ നമുക്ക് ശാന്തി കിട്ടും, അശാന്തന്മാരുടെ അടുക്ക ചെന്നാൽ നമുക്ക് അശാന്തിയാവും ഫലം. വിമന്യവാഹ, പിന്നെ മറ്റൊരു ഗുണം, അവർക്ക് കോപമേ ഉണ്ടാവില്ല. മഹാത്മാക്കളുടെ സ്വഭാവം പല പല ഗുണങ്ങൾ വർണ്ണിക്കും പല സന്ദർഭത്തിലായിട്ട്. കോപമുണ്ടാവില്ല അവർക്ക്. വിമന്യവാഹ, മന്യു എന്ന് പറഞ്ഞാൽ കോപം, കോപമില്ലാത്തവർ. വിമന്യവാഹ സുഹൃദാഹ, എല്ലാവരുടെയും ലോകത്തിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളാണ് സജ്ജനങ്ങൾ. ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് പറഞ്ഞു തന്ന് നമ്മളെങ്ങാനും വഴി തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളെ നേർവഴിക്ക് കൊണ്ടുവരുന്ന ആളാണ് ശരിയായിട്ടുള്ള സുഹൃത്ത്. അതുപോലെ സജ്ജനങ്ങൾ അങ്ങനെയാണ്, ലോകത്തിൻ്റെ മുഴുവൻ സുഹൃത്താണ് അവർ. സുഹൃദ സാധവോ യേ, അവരെങ്ങനെ ആയിത്തീർന്നത്? യേവാമൈശേ കൃതസൗഹൃദാർത്ഥാഹ, ഈശ്വരനായിട്ടുള്ള എന്നിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഉയർന്ന പദവിയിൽ ഈ ക്ഷമയും ഇതെല്ലാം അവർക്കുണ്ടായത്. അങ്ങനെയാണ്. യേവാമൈശേ കൃതസൗഹൃദാർത്ഥാഹ ജനേഷു ദേഹംഭരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജ രാതിമത്സു ന പ്രീതിയുക്താഹ യാവദർത്ഥാശ്ച ലോകേ. ഗൃഹം എന്ന് പറഞ്ഞാൽ ആളുകളെ പിടിച്ചു നിർത്തുന്നതാണ്. ഗൃഹ്യത്തെ ഇതി ഗൃഹം, എങ്ങും പോകാൻ സമ്മതിക്കില്ല, പിടിച്ചു നിർത്തുന്നത്. അവിടെ ആളുകളെ ഭഗവാനെ ഭജിക്കുന്നതൊക്കെ തടസ്സമുണ്ടാക്കിക്കൊണ്ടും അങ്ങനെ പലതും ഉണ്ടാവും ആകർഷിക്കുന്നത്. അതിലൊന്നും താല്പര്യമുണ്ടാവില്ല അവർക്ക്, അതിലൊന്നും ആസക്തി ഉണ്ടാവില്ല. എന്നിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ മറ്റാസക്തികളും ഇല്ലാതാവും. അങ്ങനെയുള്ള ആളുകളാണ് കുട്ടികളെ, അങ്ങനെയുള്ളവരെ കാണാനാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള ആളിനെ കാണാൻ കഴിഞ്ഞാൽ അവരത് വേണ്ടതെല്ലാം നമുക്ക് പറഞ്ഞു തരും. വിഷയാസക്തന്മാരൊക്കെ പോയാൽ നമ്മളെ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഭഗവൻ മായ? ഭഗവൻ മായയെ ജയിച്ച ആളുകളാണ് അങ്ങനെയുള്ള മഹാത്മാക്കൾ. പുംസ സ്ത്രീയാ മിഥുനീഭാവമേതം തയോർമിഥോ ഹൃദയഗ്രന്ഥിമാഹു. ഹൃദയഗ്രന്ഥി, വിഷയങ്ങളിലുള്ള ആസക്തി, ഓരോരുത്തർക്കും ഓരോന്നിലുള്ള ആസക്തിയാണ് ഹൃദയഗ്രന്ഥിയായിട്ട് പറയാം. അതൊക്കെ ഇല്ലാതാവും സജ്ജനങ്ങളെ സേവിക്കുക സത്സംഗം കൊണ്ട്. എല്ലാം സത്സംഗം എളുപ്പത്തിൽ കിട്ടണമല്ല. ദുർലഭം ത്രയമേവൈതത്, 3 കാര്യങ്ങൾ മനുഷ്യന് അത്യന്തം ദുർലഭങ്ങളാണ്. ദുർലഭം ത്രയമേവൈതത്, എങ്ങനെ കിട്ടും അത്? ദൈവാനുഗ്രഹഹേതുകം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. എന്തൊക്കെയാ? മനുഷ്യത്വം, ജീവന് മനുഷ്യ ശരീരം കിട്ടല് 1. മുമുക്ഷുത്വം, ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടണം, സജ്ജനങ്ങളെ കണ്ടറിയണം എന്നൊരാഗ്രഹം. ഈ ആഗ്രഹം ഉണ്ടായാലും പറ്റില്ല, ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. മഹാപുരുഷ സംശ്രയാഹ, ഇങ്ങനെ പറ്റിയ സജ്ജനങ്ങളെ കാണല്. ഈ 3 ഒരുമിച്ച് വരല്. ലക്ഷക്കണക്കിന് ആളുകളെ നോക്കിയാൽ അപൂർവം ചില ആളുകൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ സന്ദർഭം ഉടനെ ഉണ്ടായിക്കൊള്ളണം. അങ്ങനെ വേണമെന്നൊരാഗ്രഹം വന്നാൽ ഈശ്വരൻ തന്നെ ഗുരു രൂപത്തിൽ വരും. അതാണ് പരഞ്ജനോപാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ സുഹൃത്ത് അവിടെ വന്നു എന്നാ, ശരിയായിട്ടുള്ള സുഹൃത്ത്. നീ എന്താ കരയണേ? എന്നെ വിട്ടു പോയിട്ടാ നിനക്ക് വിഷമം വന്നതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഹംസേ ഗുരോ മൈ ഭക്തിയ അനുവൃത്യ, ഈശ്വരനായിട്ടുള്ള എന്നിലെ ഭക്തി ഉണ്ടായി. അതുപോലെ തന്നെ വിതൃഷ്ണയ, വിഷയാസക്തി ഇല്ലാതായി. ദ്വന്ദ്വതിതിക്ഷയ, ചൂട് തണുപ്പ് അങ്ങനെയുള്ള ദ്വന്ദ്ങ്ങളിലൊക്കെ വിശപ്പ് ദാഹം ഇങ്ങനെയുള്ളതിനൊക്കെ ജയിക്കാൻ കഴിയാം.
അങ്ങനെ വന്ന് സർവത്ര ജന്തോർവ്യസനാപഗത്യ, അങ്ങനെ എല്ലാത്തിനും ശ്രദ്ധിച്ച് നോക്കിയാൽ എവിടെ നോക്കിയാലും സർവത്ര എല്ലാ ജീവികൾക്കും ഓരോ തരത്തിൽ ദുഃഖം വരണ കാണാം. അപ്പം അത് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനായിട്ട് സ്വയം മോചനം നേടി മറ്റുള്ളവരെ കൂടി മോചിപ്പിക്കാനായിട്ട് നമ്മൾ നടക്കണം. ഇതാണ് കേട്ടോ കുട്ടികളെ, നിങ്ങൾ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, കർമ്മങ്ങൾ ചെയ്യാനറിയാം, ഇതൊക്കെ എന്തിനു വേണം? ഇതൊക്കെ ലോകോപകാരത്തിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കുട്ടികളെ എന്ന് ഋഷഭദേവൻ അവിടെ ഉപദേശിക്കുക. സശ്രദ്ധയാ, അനേക ഉപദേശങ്ങളാണ്. നിർവൈരസാമ്യോപശമേന പുത്രാഹ ജിഹാസയാ ദേഹഗേഹ ആത്മബുദ്ധേഹേ, ശരീരത്തിലും ഗൃഹാദികളിലൊക്കെയുള്ള ആസക്തി പോയി അധ്യാത്മയോഗേന വിവിക്ത സേവയ, ഏകാന്തത്തിൽ നിന്ന് നിത്യവും ഈശ്വര വിചാരം ചെയ്യണമെന്നുള്ളു. അങ്ങനെയൊക്കെ ശരിയും. അങ്ങനെ സർവത്ര മദ്ഭാവവിചക്ഷണേന, എല്ലാ ദിക്കിലും അപ്പം എന്നെ കാണാനായിട്ട് പറ്റും, അങ്ങനെയുള്ള ബോധത്തോടു കൂടിയൊക്കെ ഇരിക്കണം എന്നുള്ളു. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പരമമായിട്ടുള്ള കർത്തവ്യം. പുത്രാംശ ശിഷ്യാംശ നൃപോ ഗുരുർവ, അതുപോലെ തന്നെ പുത്രനാണെങ്കിലും പുത്രന്മാരെയും ശിഷ്യന്മാരെയും, ഗുരുവാണെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരുടെ പുത്രന്മാരെ അവർക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഭക്തി ഉണ്ടാക്കണം. ഗുരുവാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശിഷ്യന്മാരെ. നൃപഹ, നൃപനാണെങ്കിലോ പൃഥുവിൻ്റെ കൂട്ടത്തിലെ പ്രജകൾക്ക് മുഴുവൻ ആ ഈശ്വര ബോധം ഉണ്ടാക്കണം, എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെയാണ് കർത്തവ്യം. മദനുഗ്രഹാർത്ഥ ഇത്തം വിമന്യുഹു, അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തന്നല്ലേ, ഇനി പറയില്ല, അങ്ങനെയല്ല. വിമന്യുഹു, എത്ര പ്രാവശ്യം അവർ വീണ്ടും 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 പറഞ്ഞു കൊടുക്കും, വിമന്യുവായിട്ട്, കോപമില്ലാതെ. സാധാരണ ആളുകൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് അനുസരിച്ചില്ലെങ്കിൽ കോപം വരും. അങ്ങനെ കോപം ഉണ്ടാവരുത്. വിമന്യുഹു, അനുശിഷ്യാതെ, അനുശാസിക്കണം അവർക്ക് കോപം കൂടാതെ. എന്ത് പറഞ്ഞു? ന യോജയേത് കർമ്മസു കർമ്മമൂഢാൻ, ഓരോ കർമ്മം ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നും പറഞ്ഞ് വെറുതെ പറഞ്ഞു കൊടുക്കരുത്. കർമ്മം ചെയ്യണതൊക്കെ, കർമ്മങ്ങളൊക്കെ ഭാഗവത ധർമ്മമാക്കി മാറ്റണം, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്. അന്ന് കായേന വാചാ മനസാ ഇന്ദ്രിയൈ എന്നൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സ്വയം ആചരിക്കണം, മറ്റുള്ളവരെ ആചരിപ്പിക്കുകയും വേണമെന്നോ. അതുകൊണ്ട് കം യോജയൻ മനുജോർത്ഥം ലഭേത നിവാദയൻ നഷ്ടദൃശം ഹി കർത്തേ. അവിടെ പറഞ്ഞു, ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി യോർത്ഥാൻ സമീഹേത നികാമകാമഃ അന്യോന്യവൈരഃ സുഖലേശഹേതോഃ. ഒരല്പസുഖം കിട്ടാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യുന്നു? അനന്തദുഃഖം ച ന വേദമൂഢഃ. വിഷയങ്ങൾ ഓരോന്ന്, എന്തെങ്കിലും ഒരു സാധനത്തിൽ ആഗ്രഹം വന്നാൽ അത് കിട്ടാൻ വേണ്ടി എത്ര കാലത്തെ പരിശ്രമം. പിന്നെ എന്തെങ്കിലും ഒരു സാധനത്തിൽ ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തയായി. അതിനു വേണ്ടി രാവും പകലും പരിശ്രമിച്ച് എത്ര കാലം അതിനങ്ങോട്ട് കളയും. കിട്ടിക്കഴിയുമ്പോഴോ വേണ്ടായിരുന്നു എന്ന് തോന്നും, അതിപ്പോൾ മുഴുവൻ പാഴായിപ്പോയി. ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അനന്ത ദുഃഖം, ചെറിയ സുഖത്തിന് വേണ്ടി അനന്ത ദുഃഖം വരുത്തി വയ്ക്കുന്നു മൂഢന്മാർ, വിവേകമില്ലാത്തവർ, സത്സംഗം ചെയ്യാത്തവർ, പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാത്തവർ, ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാത്തവർ, ഭഗവത് കഥാദികൾ ശ്രവിക്കാത്തവർ, എല്ലാ സൗകര്യം കിട്ടിയിട്ടും ചെയ്യാത്തവർ എന്ന് പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് ദൃഷ്ട്വാ പുനസ്തം സകർണ കുബുദ്ധിം പ്രയോജയൽ ഉത്പഥകം യഥാന്ധം. കണ്ണു കാണാത്ത ഒരാളെ ഞാൻ വഴി കാണിച്ചു തരാമെന്നും പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി ഒരു കിണറ്റിൽ കൊണ്ട് തള്ളിയിടുന്ന പോലെയാണ് വീണ്ടും വീണ്ടും വിഷയത്തിൽ ആളുകളെ താല്പര്യമുള്ളവരാക്കി തീർത്താൻ. അതുകൊണ്ട് അതില്ലാതെ തത്വം പറഞ്ഞു കൊടുത്ത് കുട്ടിക്കാലം മുതൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. കൗമാര ആചാര്യൻ എന്നൊക്കെ ഈ കേൾക്കും നമ്മൾ, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാവരുടെയും കർത്തവ്യമാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒന്നും കൂടി വിശദീകരിച്ചു. ഗുരുർന്ന സസ്യാദം, അങ്ങനെയുള്ള ആൾ ഗുരുവല്ല എന്ന് പറഞ്ഞു.
ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതാക്കണ്ടേ? അങ്ങനെയുള്ള ആളാണ് ഗുരു. അല്ലാണ്ട് കുറേ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു, ഷഡ്ദർശനങ്ങൾ പഠിപ്പിച്ചു, വേദം പഠിപ്പിച്ചു, കാര്യമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? നല്ല ഗുരു ആണോ എന്ന് എങ്ങനെ അറിയാം? ഒരു ഗുരുവിൻ്റെ അടുക്കെ കുറേ കാലം പഠിച്ചു. എന്താ പഠിച്ചത്? അധീതേഷു ശ്രേഷ്ഠം കിം. പഠിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് ഏതാ ഉണ്ണി? ശ്രവണം, കീർത്തനം, വിഷ്ണോഹ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പം ശരിക്കും ഗുരുവായി. ഇതുപോലെ ശിഷ്യൻ ഉത്തരം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? നല്ല ഗുരുവാണ്, പഠിക്കേണ്ടത്. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ ഹൃദിസ്ഥമാക്കി പറഞ്ഞ് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അതാണ് നല്ല ഗുരുവിൻ്റെ ലക്ഷണം. ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരും, അതാണ് നല്ല. അത് പറഞ്ഞ് ശിഷ്യൻ പറഞ്ഞ് കേൾപ്പിച്ചില്ലെങ്കിലോ, ശിഷ്യനെ അങ്ങനെ ഉയർത്തി കൊണ്ടുവന്നില്ലെങ്കിലോ, സഹ ന ഗുരുഹു, അവൻ ഗുരുവല്ല എന്ന് പറഞ്ഞു. ഗുരുർന സസ്യാൽ സ്വജനോ ന സസ്യാത്. സ്വജനങ്ങൾ, തൻ്റെ ആളുകൾ എങ്ങനെ വേണം? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് തൻ്റെ ആളുകൾക്ക് താൻ അറിയണത് മറ്റുള്ളവർക്ക്, തൻ്റെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഈശ്വരൻ്റെ അടുക്കലേക്ക് നയിക്കുന്ന ആളാണ്. എന്നാൽ സ്വജനം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരക്ഷരം മാറിപ്പോകുന്ന സ്വജനം സ്വജനമായിട്ട് മാറുന്ന, അതല്ല. ഗുരുർന സസ്യാൽ സ്വജനോ ന സസ്യാത്. പിന്നെ എങ്ങനെ ഇരിക്കണോ? പിതാ ന സസ്യാത്. പിതാവ് എങ്ങനെ ഇരിക്കണം? കുട്ടികളെ, അച്ഛനമ്മമാരെങ്ങനെ ഇരിക്കണം? കുട്ടികളെ ഭഗവാന്റെ അടുക്കലേക്ക്, ഉണ്ണി ത്വാമേവ നിത്യ അഗതിശരണംഗതാ ഭൂൽ. മാത്രമല്ല ഭഗവാന്റെ പാദങ്ങളെ സേവിച്ചോളാനാണ് സുനീതി ദേവി പറഞ്ഞു കൊടുത്തത് ധ്രുവന്. അതാണ് തൻ്റെ പുത്രനും അതന്നെ. താൻ ഭഗവാനെ ആശ്രയിച്ചു, പുത്രനും അത് പറഞ്ഞു കൊടുത്തു. ഉണ്ണി എന്ത് വിഷമം വരുന്നെങ്കിലും നമ്മുടെ തന്നെ കർമ്മഫലമാണ്. സർവദോഷ പരിഹാരത്തിന് ഇതാ ഭഗവാനെ ശരണം പ്രാപിച്ചോളൂ എന്നാണ് പുത്രനും അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ അച്ഛനമ്മമാരാണ് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അവർക്ക് ആ സ്ഥാനത്ത് ഇരിക്കാനുള്ള അർഹതയില്ല, ആ പേരിന് അർഹതയില്ല എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ വർണ്ണിച്ചത്. പിതാ ന സസ്യാത് ജനനീ ന സാ സ്യാത് ദൈവം ന തത് സ്യാത്. ഒരു ദേവതയെന്ന് പറഞ്ഞാൽ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, അതൊക്കെ കൊടുത്തു. എന്നാൽ ദേവത എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചു കൊടുക്കലല്ല ഭഗവാന്റെ അനുഗ്രഹം. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് നന്മ വരുമോ, ഹിതമാണോ പ്രിയമാണോ എന്ന് നോക്കും. ഹിതമാണെങ്കിൽ കൊടുക്കാം. രോഗി ചോദിക്കുന്നതൊക്കെ വൈദ്യനെടുത്ത് കൊടുക്കാറില്ല. ന രാതി രോഗിണോപഥ്യം വാഞ്ചതോ ഹി ഭിഷക്തമഃ. രോഗി ചോദിക്കുന്നൊക്കെ കൊടുക്കുന്ന വൈദ്യൻ വൈദ്യനെ അല്ല, അവൻ അന്തകനാണെന്നാണ്. അവൻ രോഗിയെ നശിപ്പിക്കുക ചെയ്യുക. നല്ല വൈദ്യന്മാരാണോ രോഗി അപഥ്യമായിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ. അപ്പോൾ അത് കൊടുക്കില്ല. എന്തുകൊണ്ടത്? ഹിതം ആഗ്രഹിക്കുന്ന ആളാണ്. ആ രോഗം മാറി ആരോഗ്യം തിരിച്ചു കിട്ടണമെന്നാണ് നല്ല വൈദ്യന്മാർ ചിന്തിക്കുക. അതുകൊണ്ട് ന രാതി രോഗിണോപഥ്യം വാഞ്ചതോ ഹി ഭിഷക്തമാ, നല്ല വൈദ്യൻ എന്ന് പറയും. ഇതുപോലെയാണ് ദേവതകൾ. നല്ല ശരിക്കുള്ള ആ സാത്വിക ഭാവത്തിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സാത്വിക ഭാവത്തിലാണ് ഉപാസന എന്നുണ്ടെങ്കിൽ നിസ്സാരങ്ങളൊന്നും ചോദിക്കില്ല. ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് മാത്രമല്ല, ചോദിക്കാൻ തോന്നേയില്ല. ഭഗവാനെ കാണുമ്പോൾ ചോദിക്കില്ല നിസ്സാരം. അങ്ങനെ മഹാത്മാക്കളൊക്കെ ചോദിച്ച ചരിത്രമുണ്ട്. ഭഗവാനെ അങ്ങ് കാണുന്നില്ലേ, ചോദിക്കാറുന്നില്ലേ? കണ്ടപ്പോൾ ചോദിക്കാൻ തോന്നിയില്ല, ലജ്ജ തോന്നിയെന്നാണ്. ഭഗവാന്റെ അടുക്ക ചെന്നാൽ സർവശക്തനായിട്ടുള്ള മഹാപ്രഭു ഭഗവാൻ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഇതെന്ന് ചോദിക്കല് വിവേകമുള്ളവർ ചോദിക്കില്ല. അപ്പം അതുകൊണ്ട് ഒരു ദേവത ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പലതും തന്നു എന്നുണ്ടെങ്കിൽ അവരെ ദേവത എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ദൈവം പോലെ അല്ലാതെ വേണ്ടത് കൊടുക്കുന്ന ദൈവമാണ് ദൈവം. ന പതിശ്ച സസ്യാത്.
പതിയാണെങ്കിൽ എന്ത് വേണം? രക്ഷിതാവാണെങ്കിലോ രക്ഷയ്ക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ആ രക്ഷിതാവും അല്ല എന്നുള്ളൂ. ഇതൊക്കെയാ മനുഷ്യന്റെ കർത്തവ്യം. ന മോചയദ്യാഹ സൗപേതമുക്തിം. മൃത്യുവിൻ്റെ മുഖത്തിൽ നിന്ന് രക്ഷിക്കാത്തവർ ഗുരുവല്ല, മാതാപിതാക്കളല്ല, സുഹൃത്തുമല്ല, ദൈവതയല്ല, ഒന്നല്ല. ഇതിൽ നിന്നാണ്, ഇതാണ് ശരിക്കും മനുഷ്യന്റെ കർത്തവ്യം. ഇതം ശരീരം എന്നിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നെ ആൾക്കാർ ഋഷഭൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പൃഷ്ഠേ കൃതോ മേ യഥധർമ്മ ആരാത് അതോ ഹി മാം ഋഷഭം പ്രാഹുരാര്യാഹ. ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വം ഹി മേ ഹൃദയം യത്ര ധർമ്മ. പൃഷ്ഠേ കൃതോ മേ യഥധർമ്മ. അധർമ്മത്തെയൊക്കെ ദൂരമാക്കി ഉത്കൃഷ്ടമായിട്ടുള്ള ആ ധർമ്മബോധത്തോടുകൂടി ഈ ശരീരം ഭഗവാനെ ഭരിക്കാനുള്ള എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കണം. അതുകൊണ്ടാണ് എന്നെ ഋഷഭൻ എന്ന ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് എന്തു വേണം? നിങ്ങളെല്ലാവരും അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജത്വം. നിങ്ങൾ നിങ്ങളുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഭരതനെ ആശ്രയിച്ചോളൂ, അദ്ദേഹം എല്ലാം പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം അവിടെ പറഞ്ഞു കൊടുത്തു. 27 ശ്ലോകത്തിൽ വലിയ വലിയ ഗഹനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളതിൽ പ്രധാനമായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം മാത്രം തിരഞ്ഞെടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. അധികമായിട്ട് വേദാന്ത തത്വങ്ങൾ പറയുമ്പോൾ അത് കുറേ അടിസ്ഥാന തത്വങ്ങളൊക്കെ പഠിച്ച ആൾക്കാണ് പെട്ടെന്ന് മനസ്സിലാവുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവും. ചില ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. ഇവരുപദേശം കേട്ടു, വലിയ സന്തോഷമായി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി ഭഗവാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ്. അപ്പോഴാണ് നമ്മുടെ രാജാവിന് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ പലരും ഒരു ഭ്രാന്തനെ പോലെ കരുതിക്കൊണ്ടൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. ചിലപ്പോൾ വ്രതമാജകരമാസ്ഥിത ശയാന വാസ്നാദി വിമതി ഖാദത്യോമേഹതി അതിസ്മ ചേഷ്ടമാന ഉച്ചരിത ആദിഗ്ധോദ്ദേശ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരിക്കൽ കിടക്കണ കാണാം, ചിലപ്പോൾ നടക്കണ കാണാം, പെരുമ്പാമ്പിൻ്റെ പോലെയോ. എന്ത് ശുദ്ധാശുദ്ധി അവർക്കൊന്നുമില്ലല്ലോ. അതിനൊക്കെ അതിക്രമിച്ചുകൊണ്ട് ഓരോന്ന് ഭക്ഷിച്ചുകൊണ്ടും. അപ്പം എല്ലാവരും ഉറപ്പിച്ചു ഇതൊരു ഭ്രാന്തൻ തന്നെ എന്നും പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ഒന്ന് സങ്കല്പിച്ചാൽ മതി, അവരൊക്കെ നിമിഷ നേരം കൊണ്ട് ഭസ്മമായി പോകും. അത് വരരുതെന്ന് വിചാരിച്ചുകൊണ്ട് എന്തുണ്ട്, ജനങ്ങൾ അധികം കാണാത്ത രീതിയിൽ ഏകാന്തത്തിലേക്ക് പോകാമെന്നും പറഞ്ഞ് ദക്ഷിണ കർണാടകത്തിൽ കുടകം പർവ്വതത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്നാണ്. ഈ ജനമധ്യത്തിൽ നടന്നാലല്ലേ ആളുകൾ തെറ്റിദ്ധരിച്ച് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ ദോഷം വരിക, അവരെ ബാധിക്കാൻ എന്നെയല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദക്ഷിണ കർണാടകത്തിലെ കുടകം പർവ്വതത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ അങ്ങനെ ചുറ്റിത്തിരിയുന്ന സമയത്ത് ഒരു ദിവസം വലിയൊരു കാട്ടുതീ പിടിപെട്ട് അനവധി മൃഗങ്ങളൊക്കെ അതിൽ ഇങ്ങനെ ദഹിച്ച് പോകുന്നുണ്ട്. തൻ്റെ അവതാരങ്ങളെല്ലാം കഴിഞ്ഞു. ആസ്യകൃതാശ്മകബലാഹ പറയേണ്ടത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ടൊന്നും പറയരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കല്ല് വായിലിട്ട് കടിച്ച് പിടിച്ചുകൊണ്ടാ സഞ്ചരിക്കുന്നത്. പിന്നെ എങ്ങനെയാ വല്ലതും പറയാൻ പറ്റുമോ? ആസ്യകൃത ആശ്മകബലാഹ, ഒരശ്മകബളം, ഒരു ഉരുണ്ട കല്ല് വായിലിട്ട് കടിച്ച് പിടിച്ചുകൊണ്ടാ സഞ്ചാരം. അങ്ങനെ എത്രയോ മൃഗങ്ങൾ ദഹിച്ചു പോകണ കണ്ടപ്പോൾ അവിടെ തൻ്റെയും കൂടി ആ ശരീരം ആ കാട്ട് തീയിൽ അങ്ങോട്ട് ദഹിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഋഷഭദേവൻ വലിയ ഉപദേശം കൊടുത്ത് തൻ്റെ ശരീരം ഉപേക്ഷിച്ചെന്നാണ്. ആരാണ് ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നത്? ഋഷഭാഖ്യസ്യ വിശുദ്ധാചരിതം ഈരിതം. അദ്ദേഹത്തിൻ്റെ കഥകളാണ് ചുരുക്കിയൊന്ന് അനുസ്മരിച്ച്. ഇതെങ്ങനെ ഇതിൻ്റെ മെച്ചെന്താ? ഇത് കേട്ടാൽ സമസ്ത ദുശ്ചരിതാഭികരണം, എല്ലാ ദുഷ്പ്രവൃത്തികളുടെ ദോഷം ഇല്ലാതാക്കും, എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ്. പരമമഹാമംഗളായനം ഇതം അനുശ്രദ്ധയ അനുശൃണോതി ആശ്രാവയതി. ഇത് കേൾക്കുകയോ കേട്ട് പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. ഈ നല്ലത് ഈ ചരിത്രം ഇദ്ദേഹത്തിൻ്റെ അവർക്ക് തസ്മിൻ അത് ഉണ്ടായാൽ എന്തുണ്ടാവും?
ഭഗവതി തസ്മിൻ വാസുദേവ ഏകാന്തതോ ഭക്തി അനയോരപി സമനുവർത്തതേ. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഭക്തി ഉണ്ടാവും ഋഷഭദേവനെ കുറിച്ച് എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ വലിയ ഫലശ്രുതി പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് ശുഭബ്രഹ്മർഷി പറയാ, രാജൻ പതിർ ഗുരുരലം ഭവതാം യദൂനാം. അങ്ങയുടെ എല്ലാമായിട്ടാണ്. ആരാത്? സാക്ഷാ ഭഗവാൻ. നിങ്ങളുടെ മുഴുവൻ രക്ഷിതാവാണ്, ഗുരുവാണ്, നിങ്ങളുടെ ഭൃത്യനാണ്. ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോവ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഭൃത്യനെ പോലെ ചെയ്യാൻ തയ്യാറായിട്ട് നിങ്ങളുടെ അടുക്ക നിൽക്കുക. ആരാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാക്ഷാ ഭഗവാനാണട്ടോ എന്ന് പറഞ്ഞു. അസ്ത്വേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കരിഹി ജൽസ്മന ഭക്തിയോഗം. ഇങ്ങനെയുള്ള ഭഗവാൻ ഭജിക്കുന്നവർക്കൊക്കെ മുക്തിയൊക്കെ കൊടുക്കും. സായുജ്യം, ആ മുക്തി, സയുഗ്ഭാവം മുക്തി കൊടുക്കും. പക്ഷേ ഭക്തി അത്ര കൊടുക്കാറില്ല എന്നാണ്. മുക്തിയേക്കാൾ ഭക്തി മുക്തേഹേ ഗരീയസി എന്നാണ്. മുക്തിയേക്കാൾ വലുതായിട്ടാണ് ഭക്തിയെ ഭക്തന്മാർ പറയാറ്. അതുകൊണ്ട് അത് ഭഗവാൻ വളരെ കുറച്ചേ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്കത് കിട്ടിയില്ലേ? എന്താ പറഞ്ഞത് പരീക്ഷിത്ത്? പറഞ്ഞൊരു കഥയസ്വ മഹാഭാഗ യഥാഹമഖിലാത്മനി കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മന ത്യക്ഷേ കളേവരം. അത് പറഞ്ഞുകൊണ്ടാണിറങ്ങി. ആ ഭഗവാന്റെ കഥകൾ പാടൂ. അത് കേട്ട് 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 ശരീരോപേക്ഷിക്കാമെന്ന്. ഇങ്ങനെ ഭക്തി ഉണ്ടായില്ലേ? അപ്പോൾ മുക്തിയേക്കാൾ വലിയ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണേ പാണ്ഡവന്മാരെ. നിങ്ങളുടെ എല്ലാമായിട്ടില്ലേ, കിങ്കരനായിട്ടും സർവ്വതായിട്ട്. അതുകൊണ്ടാണ് രാജൻ പതിർ ഗുരുരലം ഭവതായദൂനാം ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോവഃ അസ്ത്വേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കരിഹി ജൽസ്മന ഭക്തിയോഗം. നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ. ഭഗവാനെ സാക്ഷാത്കരിച്ച് പരമാനന്ദത്തോട് കൂടി ആത്മാരാമനായിട്ട്, സുഖത്തിന് വേറെ പുറമേന്നൊന്നും വേണ്ട. നല്ല പോലെ ഉറങ്ങണ സമയത്ത് നമുക്ക് പുറമേന്നൊന്നും കിട്ടിയിട്ടല്ല സുഖം. ഒന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, ഒന്നുമില്ല. ഈ പ്രപഞ്ചം ഇല്ല നമുക്ക് നല്ലോണം ഉറങ്ങണ സമയത്ത്. എന്താ അവശേഷിക്കുന്നത്? ആനന്ദം മാത്രം. സുഖമഹമസ്വാപ്സം. സുഖമായി ഉറങ്ങും. പ്രപഞ്ചം വേണോ, പ്രപഞ്ച വസ്തുക്കൾ വേണോ ആളുകൾക്ക് സുഖം കിട്ടാൻ? ചിന്തിച്ചു നോക്കുന്ന. ഇത് അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മൂന്നവസ്ഥ എന്തിനാ ജീവന് തന്നേക്കണേ? വിചാരം ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ അവസ്ഥ ചിന്തിച്ച് നോക്കാൻ വേണ്ടി. അപ്പോഴാണ് സുഷുപ്തിയൊക്കെ. പ്രപഞ്ചം മുഴുവൻ, സ്വപ്നത്തിൽ പോലും പ്രപഞ്ചമുണ്ട്, സുഖദുഃഖങ്ങളുണ്ട്. സുഷുപ്തിയിൽ പ്രപഞ്ചമേ ഇല്ല. നല്ല സുഖമായി ഉറങ്ങുന്ന ആൾക്കാർ പറയാറുള്ളൂ. ആനന്ദം അപ്പോൾ അവശേഷിക്കും. അതാണ് ബ്രഹ്മെന്നോ ഈശ്വരനെന്നോ ഭഗവാൻ എന്നൊക്കെ പറയാനും. ആ അഖണ്ഡ സച്ചിദാനന്ദം, അതിന് യാതൊരു കുറവും ഇല്ല. എപ്പോഴും ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാവലുമില്ല, നാശമൊന്നും അതിനില്ല. ആ ചൈതന്യം, ആ ചൈതന്യമാണ് വാസ്തവത്തിൽ നമ്മളൊക്കെ അതറിയാൻ വേണ്ടത്. അപ്പോഴാണ് ശരിയായിട്ടുള്ള സുഷുപ്തിയിൽ കിട്ടുന്ന ആനന്ദത്തെക്കാൾ 100 ഇരട്ടിയാണ്. ആ സമയത്ത് വിഷയങ്ങളൊക്കെ പോയി എന്നുണ്ടെങ്കിലും ഒരാവരണമുണ്ട്, ഒരു കറുത്ത ഒരാവരണം. ഈശ്വര സാക്ഷാത്കാരം ആ സമയത്ത് കിട്ടണില്ല. നമുക്ക് ഈശ്വരനോട് വളരെ അടുത്തു ജീവൻ സുഷുപ്തിയിൽ. പക്ഷേ ആ അനുഭവം വന്നില്ല. എന്തുകൊണ്ടാണ്? ഒരാവരണം, ഒരു കറുത്ത ഒരാവരണം, ഒരു ഇരുട്ട്, പ്രകാശം കാണില്ല ആ സമയത്ത്. അതങ്ങോട്ട് നീങ്ങേ വേണ്ടു. എന്നാൽ തൊട്ടടുത്ത് വരെ എത്തുന്നുണ്ട്. അടുത്ത തുരീയാവസ്ഥ എന്ന് പറയും. ഈ 3 അവസ്ഥയും കഴിഞ്ഞ് 4ാമത്തെ ഒരവസ്ഥ, ഇതിലെത്താൻ പറ്റും മനുഷ്യൻ പറഞ്ഞു. അതുകൊണ്ട് നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ ശ്രേയസ്യതരചനയാ ചിരസുപ്തബുദ്ധേ ലോകസ്യ കരുണയാഭയം ആത്മലോകമാഖ്യാൽ നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. ഇങ്ങനെ ഈ ലോകത്തിന് വേണ്ടി ഭഗവാൻ തന്നെ അവതരിച്ച് എല്ലാവർക്കും സ്വയം
സ്വയം അനുഷ്ഠിച്ച് ആനന്ദം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി അതുണ്ടാവാനായിട്ട് ഉപദേശിച്ചില്ലേ? ആ ഭഗവാന്റെ പാദത്തിൽ പരീക്ഷത്തെ നമുക്കൊന്ന് നമസ്കരിക്കാം എന്ന് പറഞ്ഞ് നമസ്കരിച്ചുകൊണ്ടാണ് നമോ ഭഗവതേ ഋഷഭായ തസ്മൈ, ആ സർവശ്രേഷ്ഠനായിട്ടുള്ള ലോകത്തിന് ഇത്രയും ഏതാനും വാക്കുകളെ കൊണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം മുഴുവൻ ഉപദേശിച്ചെന്ന ആ ഭഗവാന് ആ ഋഷഭദേവനെ ഒന്ന് നമസ്കരിക്കാം പരീക്ഷിത്തെ എന്നും പറഞ്ഞ് ശുഖബ്രഹ്മർഷി എല്ലാവർക്കും മാതൃകയായിക്കൊണ്ട് എല്ലാവരും കൂടി അവിടെ നമസ്കരിച്ചുകൊണ്ടാണ് സമർപ്പിക്കുക. അപൂർവം ചില ദിക്കിലാണ് ശുഖബ്രഹ്മർഷി നമസ്കരിക്കുന്ന രംഗങ്ങൾ. അപൂർവം ചില ദിക്കിൽ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമസ്കരിക്കുക പരീക്ഷത്തെ എന്നും പറഞ്ഞ് അവർ നമസ്കരിക്കും. അതുപോലൊരു സന്ദർഭമാണ്, ഒരു വിശേഷ സന്ദർഭമാണ് നമോ ഭഗവതേ ഋഷഭായ സസ്മൈ, ആ സർവശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനിതാ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് അവിടെ സമർപ്പിക്കുകയാണ്. പിന്നെ ആ ഭരതൻ്റെ അത്യത്ഭചരിത്രങ്ങളും ഇതൊക്കെ വർണ്ണിക്കുകയാണ്. പിന്നെയുള്ള ഭാഗങ്ങൾ ഭൂഗോള വർണ്ണനയൊക്കെയാണ്. അതൊക്കെ നമ്മൾ 2 മണിക്ക് പാരായണം തുടങ്ങുമ്പോൾ ആ ഭാഗം അനുസ്മരിക്കും. ഇപ്പം നമ്മൾ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാധാരമണ മുകുന്ദ മുരാരേ, ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം, കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം, സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം, ശരണം മേ തവ ചരണയുഗം. 2 മണിക്ക് ആരംഭിക്കും.